കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് നിധി ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് എത്തുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും ഇയാൾ വരില്ലെന്ന് തീർത്തു പറഞ്ഞതുകൊണ്ട് വരില്ലെന്നാ ഞങ്ങളെല്ലാം കരുതിയത്. ഇയാൾ വരില്ലെന്ന് പറഞ്ഞതിലും ഒരു ന്യായമൊക്കെയുണ്ട്. എന്നാലും ഇയാൾ വന്നില്ലേ, ഇതിന് ഇയാളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ സുധീഷ് പറഞ്ഞിട്ടും നിധി ഒരക്ഷരം മിണ്ടാതെ ഒരേ ഇരിപ്പ് തന്നെയാ. അപ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണത്താലി അവൻ കാണുന്നത്. അച്ഛൻ താലിയെല്ലാമായി വന്ന് കെട്ടുമെന്ന് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും അഭിനയിക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് അതും ഒരു അഭിനയമായിരുന്നു എന്ന് നിധി പറയുന്നുണ്ട്. നിനക്കത് അഭിനയമായിരിക്കും, പക്ഷേ എനിക്കത് അങ്ങനെയല്ല. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കല്യാണമാണ് നടന്നതെന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അതൊക്കെ അറിയാം, എന്നാലും എതിരൊന്നും പറയാതെ ഇയാൾ അങ്ങോട്ട് വന്നില്ലേ. സ്റ്റേജിൽ നിന്ന് താലി കെട്ടുമ്പോൾ ഒരു നിമിഷം എൻ്റെ കൈ വിറച്ചു. നിധി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കൊരേ പേടിയായിരുന്നു. പക്ഷേ ആ സമയത്തും ഇയാൾ എതിരൊന്നും കാണിച്ചില്ല. വളരെ നന്ദിയുണ്ട് എന്നൊക്കെ സുധീഷ് പറഞ്ഞെങ്കിലും നിധി മിണ്ടാതെ ഒരു ഇരിപ്പ് തന്നെ. ഞാൻ ഇയാൾക്ക് ചെയ്ത ഉപകാരത്തിന് ഇയാൾ ഇതുകൂടി എനിക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ഇയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ പണയം വെച്ചില്ലേ. ഇയാളുടെ ചേട്ടൻ്റെന്നും അച്ഛൻ്റെന്നും ആ സൈക്കോ സൂര്യയുടെന്നും എല്ലാം പല തവണ താൻ അടി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇയാൾ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി അതേ ഇരിപ്പ് തന്നെ. നോ രക്ഷ. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഇവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. മാറിപ്പോയേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശരി, ഇയാൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ, ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയ സുധീഷ് വീണ്ടും അവളോടായി എന്തെങ്കിലും ഹെൽപ്പ് വേണോ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ താൻ പോയി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യണം, അതിനെനിക്ക് ഹെൽപ്പ് ചെയ്യണം, അത് മാത്രം മതിയെന്ന് നിധിയും പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അപ്പോൾ തന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കണമെന്ന് പറയും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശരി, ഇയാൾ റെസ്റ്റ് എടുക്കുക, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവനെ കാത്ത് സുഭാഷും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവന് മുഖം കൊടുക്കാതെ സുധീഷ് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും സുഭാഷ് അവനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവൻ സുധീഷിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും തനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും ഉറക്കം വരുന്നുണ്ടെന്നും താൻ പോയി ഉറങ്ങട്ടെ, രാവിലെ സംസാരിക്കാമെന്നും പറഞ്ഞ് സുധീഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും സുഭാഷ് വീണ്ടും അവനെ തടഞ്ഞുകൊണ്ട് ആ പെണ്ണ് കല്യാണം കഴിച്ചതിനെ പറ്റി നീ എന്താടാന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ആ വീട്ടിലേക്ക് ഡ്രൈവറായി ചെന്നപ്പോഴാ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അവളുടെ പ്രശ്നങ്ങളെല്ലാം എന്നോട് പറഞ്ഞെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ആ കുട്ടിക്ക് കല്യാണം വേണ്ട, ചെറുക്കനെ ഇഷ്ടമായില്ല, നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്, സ്റ്റേഷനിൽ വെച്ച് നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നല്ലേ നീ പറഞ്ഞതെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എല്ലാം കള്ളമായിരുന്നില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷ് വാക്കുകൾക്കായി പരതുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ചേട്ടാ, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ കല്യാണം പെട്ടെന്നൊന്ന് നടന്നു എന്നറിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സങ്കടമാവില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങളെല്ലാം വിഷമിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഓർത്താ നീ അങ്ങനെ കള്ളം പറഞ്ഞതല്ലേന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. അത് കേൾക്കെ അവനൊരു ഫ്രോഡാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചതെന്ന് വിചാരിച്ചാ ഞങ്ങൾ ഈ ഏർപ്പാടെല്ലാം ചെയ്തത്. നീ കള്ളം പറയാതെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ ഏർപ്പാടാക്കില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ആ കുട്ടി ഒരു പാവമാണടാ. ഇഷ്ടമില്ലാത്ത ഒരു കല്യാണവും കഴിച്ച് റിസപ്ഷനിൽ ആ സ്റ്റേജിൽ കയറി വന്നു നിന്ന് വീണ്ടും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ അവൾ എത്ര ധർമ്മസങ്കടത്തിലായിട്ടുണ്ടാവും. നീ കള്ളം പറയാതിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നോ? ഇപ്പോ രാവിലെ അവൾ വീട് വിട്ടു പോവുമെന്നാ പറഞ്ഞത്. അപ്പോ ഈ കല്യാണവും അതോടെ തീർന്നു. ഇങ്ങനെയെല്ലാം നടക്കുമെന്ന് നിനക്ക് ആദ്യമേ അറിയാമായിരുന്നില്ലേ? പോയി, എല്ലാം കൈവിട്ടു പോയി. നാളെ തൊട്ട് നാട്ടുകാരെല്ലാം നമ്മളെപ്പറ്റി വീണ്ടും അതേ അപവാദം പറയും എന്നൊക്കെ സുഭാഷ് പറയുമ്പോഴേക്കും സത്യം പറയാൻ എനിക്ക് സമയം കിട്ടിയില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇയാൾക്ക് സമയമില്ലായിരുന്നു, സാർ അത്രയും ബിസി ആയിരുന്നല്ലോ. വേറെ എല്ലാ കാര്യത്തിനും ഇയാൾക്ക് സമയമുണ്ടായിരുന്നു. സത്യത്തിൽ നടന്നത് എന്താണെന്ന് പറയാൻ ഇയാൾക്ക് സമയമില്ലായിരുന്നു. ആ കുട്ടിയെ നീയും സത്യത്തിൽ ഇഷ്ടത്തോടെയല്ല കല്യാണം കഴിച്ചതെന്ന് മനസ്സിലായി. അവൾ നിന്നെ ഇഷ്ടത്തോടെയല്ല കല്യാണം കഴിച്ചതെന്ന് മനസ്സിലായി. ഇപ്പൊ എന്നോട് സത്യം പറ, സത്യമായിട്ടും സന്ദർഭവശാലാണോ ഈ കല്യാണം നടന്നത്, അതോ അവൾക്ക് ഉറപ്പിച്ച കല്യാണം മുടക്കി നീ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിന്നെ എനിക്ക് വിശ്വാസമില്ലടാ. അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് പറഞ്ഞ് അവനെ തട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങൾ ഏൽപ്പിച്ചവനല്ലേ നീ? സത്യം പറ.
അവൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു നല്ല ജീവിതം തല്ലിക്കെടുത്തിട്ടാണോ നീ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ലെന്നും താൻ സത്യമാ പറഞ്ഞതെന്നും അവൾക്ക് നടക്കേണ്ടിയിരുന്ന ആ കല്യാണം അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ചേട്ടന് വന്ന് അയാളെ കണ്ടതല്ലേ. ആ സൈക്കോയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് സത്യമായിട്ടും ആ കല്യാണം ഇഷ്ടപ്പെട്ടില്ല. ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴാ ഞങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടന്നത്. അല്ലാതെ ആ കല്യാണം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. എന്ന് വെച്ച് അവളെ ചതിച്ച് കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലും കല്യാണം നടന്നപ്പോ ഞാൻ ചെറുതായി ഒന്ന് സന്തോഷിച്ചു, അത്രയുള്ളൂ എന്ന് സുധീഷ് പറയുന്നുണ്ട്. നാളെ ആ കുട്ടി ഈ വീട് വിട്ടു പോകുമ്പോ നീ എന്ത് ചെയ്യുമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നീ സത്യമെല്ലാം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിലെങ്കിലും നാണം കെടാതെ നിൽക്കാമായിരുന്നു. വീട്ടിൽ കയറി വന്ന പെണ്ണ് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോയെന്ന് പറഞ്ഞ് അവരവരുടെ വായ മൂടിക്കെട്ടിയിരുന്നേനെ. ഇപ്പോഴത്തെ അവസ്ഥയോ നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി റിസപ്ഷൻ എല്ലാം നടത്തി താലിയും കെട്ടി രാവിലെ ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അവരെല്ലാം എന്തു പറയും എന്ന് സുഭാഷ് ആദ്യോടെ ചോദിക്കുമ്പോ ചേട്ടൻ എന്തിനാ അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്? എന്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു. എനിക്കവളെ നന്നായി ഇഷ്ടപ്പെട്ടു. അവൾക്കും എന്നെ ഇഷ്ടമാവും. ഞങ്ങൾ ഒന്നിച്ചു തന്നെ ജീവിക്കും. ചേട്ടൻ വേണമെങ്കിൽ കണ്ടോ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് സുഭാഷ് അവനെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും നികേഷ് അവിടേക്ക് വന്ന് നല്ല ക്ഷീണമുണ്ടെന്നും ഉറങ്ങാമല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടിയ അവസരത്തിൽ സുധീഷ് വേഗം ചേട്ടനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് നികേഷിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്നുണ്ട്. സുധീഷ് നികേഷിന്റെയും കൂട്ടരുടെയും കൂടെ കിടക്കാനായി തുടങ്ങുമ്പോഴേക്കും പോയി റൂമിൽ കിടക്കെന്ന് പറഞ്ഞ് നികേഷ് അവനെ വഴക്കു പറയുന്നുണ്ട്. അത് കാണുന്ന സുഭാഷും ദേഷ്യത്തോടെ അവൻ ഇവിടെ തന്നെ കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താ ചേട്ടാ ഇത്? ചേട്ടൻ ചേട്ടത്തമ്മയുടെ കൂടെയല്ലേ ഉറങ്ങേണ്ടതെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാതെടാ, അവൻ ഇവിടെ തന്നെ കിടന്നുറങ്ങട്ടെ, വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്ന് സുഭാഷും പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുമെന്ന് നികേഷ് ഹരീഷിനോടായി സംശയം ചോദിക്കുമ്പോഴേക്കും സുഭാഷ് വീണ്ടും അവനെ വഴക്കു പറയുന്നുണ്ട്. രാവിലെ നിധി എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർ കിടക്കുന്നത് കണ്ട് വല്ലായ്മയോടെ നിൽക്കുമ്പോഴേക്കും അത് കാണുന്ന സുഭാഷും അവളോട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. നിധി വീണ്ടും വല്ലായ്മയോടെ അവർ കിടക്കുന്നത് നോക്കുമ്പോഴേക്കും സുഭാഷും അവരുടെ കിടപ്പെല്ലാം കണ്ട് വേഗം ഒരു പുതപ്പെടുത്ത് അവരെ പുതപ്പിക്കുന്നുണ്ട്. അവൾ അവിടുന്ന് പോകുമ്പോഴേക്കും മര്യാദയ്ക്ക് ഉറങ്ങാനും അറിയില്ലേ, എഴുന്നേൽക്കണമെന്നും പറഞ്ഞ് സുഭാഷ് അവരെ വഴക്കു പറയുന്നുണ്ട്. നിധി കുളിയെല്ലാം കഴിഞ്ഞ് അലക്കിയ തുണിയെല്ലാം അഴയിൽ വിരിക്കുമ്പോഴാണ് സുഭാഷ് അവൾക്ക് ചായയുമായി വരുന്നത്. എന്തിനാ എനിക്കിപ്പോ ചായ എടുത്തെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നീയും എഴുന്നേറ്റത് കണ്ടപ്പോ കൊണ്ടുവന്നതാണെന്നും അവർക്കെല്ലാം അവരെണീക്കുമ്പോൾ കൊടുത്തോളാമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ ചായ വാങ്ങുന്നുണ്ട്. പോവാൻ തുടങ്ങിയ സുഭാഷ് ഒരു നിമിഷം തിരിഞ്ഞു നിന്നുകൊണ്ട് റിസപ്ഷന് നിധി വരുമെന്ന് താൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ലെന്നും എന്റെ കുടുംബത്തിന്റെ മാനത്തെ ഇയാൾ രക്ഷിച്ചെന്നും കുട്ടി ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് പറയുമായിരുന്നു, എന്ത് നടക്കുമായിരുന്നെന്ന് ആലോചിക്കാനേ വയ്യ. നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ആയിരുന്നെങ്കിലും വന്ന ആളുകളെല്ലാം സന്തോഷത്തോടെ വയറു നിറച്ച് കഴിച്ചിട്ടാണ് പോയത്. എല്ലാത്തിനും കുട്ടിയാ കാരണം. ഞാൻ വന്ന് സംസാരിച്ചോണ്ടാണ് ഇയാൾ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും നന്ദിയുണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് കൈ കൂപ്പുന്നുണ്ട്. തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്നും ഇനിയും ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതിയാ താൻ വന്നതെന്ന് നിധി പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഈ ഏർപ്പാടെല്ലാം ചെയ്തത്. നടന്നതെന്താണെന്ന സത്യം ഇയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും ഈ കാര്യങ്ങൾ എൻ്റെ അനിയന്മാരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതെന്ന് അവരും വിചാരിച്ചിരിക്കുന്നത് എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും അതെല്ലാം തനിക്ക് മനസ്സിലായെന്നും ഇതിൽ കൂടുതൽ തന്നോട് ഇനിയൊന്നും ചെയ്യാൻ പറയരുതെന്നും നിധിയും പറയുന്നുണ്ട്. സത്യമായിട്ടും ഇല്ലെന്നും ഇനി മുതൽ ഇയാൾ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും ഈ വീട്ടിലുള്ള ആരും ഇനി കുട്ടിയെ ഈ പേരും പറഞ്ഞ് ശല്യപ്പെടുത്തില്ല. ഇനിയിപ്പോ കുട്ടിക്ക് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും സുഭാഷ് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയില്ലെന്നും തന്നെ കൊണ്ട് ഇനി ഇവിടെ കഴിയാൻ പറ്റില്ലെന്നും എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് താൻ ഇവിടെ നിന്ന് പോകുമെന്നും അതാണ് ശരിയെന്നും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ സങ്കടത്തിലാക്കല്ലേന്ന് നിധി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും ആദ്യമേ പറഞ്ഞ പോലെ ഇയാൾ എടുക്കുന്ന തീരുമാനത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും ഇത് തന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണെന്നും ഈ കല്യാണം ഇഷ്ടമായാൽ നീ ഇവിടെ തന്നെ ജീവിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി ഞാൻ കുട്ടിയെ സങ്കടപ്പെടുത്തില്ല. നീ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളുടെ കുടുംബം നിന്റെ കൂടെ നിൽക്കും. അതോർത്ത് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് സുഭാഷും അവിടുന്ന് പോകുന്നുണ്ട്. നിധിയും ഉമ്മറത്തേക്ക് കയറുമ്പോഴാണ് അവിടെ കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ഭാസ്കരൻ എണീറ്റിരുന്ന് ബീഡി പുകയ്ക്കുന്നത്. അവൾ അത് നോക്കി മാറി നിൽക്കുമ്പോഴേക്കും അദ്ദേഹം അവിടെ എണീറ്റ് മുഖം കഴുകി പല്ല് തേക്കുന്നതൊക്കെ കണ്ട് നിധിക്കും ആകെ അറപ്പാവുന്നുണ്ട്. പിന്നീട് പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ് തന്റെ ഷർട്ടും എടുത്തിട്ടുണ്ട് അയാൾ സൈക്കിൾ ഓടിച്ചു പോകുമ്പോഴേക്കും ഇയാൾ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് നിധി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അയാൾ എങ്ങനെ ഇരുന്നാലും എനിക്കെന്താ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, എല്ലാം തന്റെ തലയിൽ എഴുത്തെന്ന് വിചാരിച്ച് നിധി ആ ഉമ്മറത്തേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് തന്റെ കഴുത്തിലെ താലി നിധി ശ്രദ്ധിക്കുന്നത്. അവൾ അതും നോക്കിക്കൊണ്ട് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. ആ കാഴ്ച കണ്ട് എന്താ താലിയൊക്കെ നോക്കി ഇരിക്കുന്നുണ്ടല്ലോ,
താലിയുടെ പേരിൽ സെന്റിമെന്റ്സും പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുമോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് രാത്രി നന്നായി ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറങ്ങിയെന്ന് അവൾ പറയുമ്പോൾ ഞാനും നല്ല പോലെ ഉറങ്ങിയെന്ന് സുധീഷ് പറയുന്നുണ്ട്. ചായ കുടിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ പോയി എടുത്തു വരാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ചേട്ടൻ തന്നെന്ന് നിധി പറയുന്നുണ്ട്. ഇനി എന്താ ഇയാളുടെ പ്ലാന്? പുറത്തെവിടെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞാൽ മതി. ബീച്ചിലോ സിനിമയ്ക്കോ എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ അടുത്ത് കുറെ മാളുകളൊക്കെ ഉണ്ട്. അവിടെ പോകണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. പകൽ സമയം ബീച്ചിൽ പോയാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ മോളിൽ പോയിട്ട് വൈകുന്നേരം ബീച്ചിലേക്ക് എന്നവൻ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന നിധിയാണ് കാണുന്നത്. അവളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് താൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ പിക്നിക്കിന് പോവാൻ വന്നതാണോ? അല്ലെങ്കിൽ ടൂറിന് വന്നതാണോ? സിനിമയ്ക്ക് പോവാം, ബീച്ചിൽ പോവാം, മാളിൽ പോവാം എന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നു എന്നവൾ ചോദിക്കുമ്പോൾ അതല്ല, വീട്ടിലിരുന്ന ബോർ അടിക്കൂലേ, അതുകൊണ്ടാ ചോദിച്ചതെന്ന് സുധീഷും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നീ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേതാണെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഹോസ്റ്റലിൽ പോകണമെന്ന് താൻ പറഞ്ഞതല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഓ, ആ കാര്യം നമുക്ക് ഹോസ്റ്റൽ കണ്ടുപിടിക്കാമെന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്ക് ഉടനെ തന്നെ ഹോസ്റ്റലിലെത്തണം, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാണെന്ന് നിധിയും പറയുന്നുണ്ട്. എന്തിനാ പെട്ടെന്ന് തന്നെ പോകുന്നത്? ഒരു 2-3 ദിവസം റെസ്റ്റ് എല്ലാം എടുത്തിട്ട് ഹോസ്റ്റൽ തിരഞ്ഞാൽ പോരെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് പ്ലീസ്, ഞാൻ ഇവിടെ ഇരുന്ന എങ്ങനെ ശരിയാവും എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അതൊന്നും പ്രശ്നമില്ലെന്നും ഇയാളിവിടെ റിലാക്സ് ആയി കഴിഞ്ഞിട്ട് ഹോസ്റ്റലെല്ലാം തിരയാമെന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ പോകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. പ്ലീസ് ഈ ഒരു ഹെൽപ്പ് കൂടി എനിക്ക് വേണ്ടി സുധീഷ് ചെയ്തേ പറ്റൂ. അതിനുശേഷം ഞാൻ എന്റെ വഴി നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ വഴിയും പോയിക്കോളൂ. ഹോസ്റ്റൽ സെറ്റായ ഞാൻ അപ്പോൾ തന്നെ അങ്ങോട്ട് മാറും. ഇപ്പൊ തന്നെ ബാഗ് എല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കാം. പിന്നീട് ബാഗ് എടുത്തു പോകുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് നിധി പറയുമ്പോഴേക്കും ശരി, എടുത്തു വെക്കെന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. താൻ ഉടനെ റെഡിയായി ബാഗുമായി വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുമ്പോഴേക്കും എന്നെ വിട്ട് പോണമെന്ന ഒരു ചിന്തയേ ഉള്ളൂ. ദൈവമേ, ഇതുവരെ കാത്തു, ഇനിയും ഇവളെ എനിക്ക് തന്നെ തരണമെന്ന് സുധീഷും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സുഭാഷ് പണിക്കിറങ്ങി ജംഗ്ഷനിലേക്ക് നടക്കുമ്പോഴേക്കും അവന്റെ കൂടെ കോളേജിൽ പോവാൻ റെഡിയായി നികേഷും ഉണ്ട്. അവൻ കല്യാണം കഴിഞ്ഞതിന്റെ ആഹ്ലാദം സുഭാഷിനോട് പങ്കുവെക്കുന്നുണ്ടെങ്കിലും നിധിയുടെ വായിന്ന് സത്യമറിഞ്ഞ സുഭാഷും അവനെ സങ്കടപ്പെടുത്താതെ അവൻ പറയുന്നതെല്ലാം മൂളിക്കെട്ടുകൊണ്ട് ടെൻഷനോടെ നടക്കുന്നുണ്ട്. പിന്നീട് വർക്ക് സൈറ്റിലെത്തിയ സുഭാഷ് നിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ അവിടുത്തെ പണിക്കാരുമായി വെറുതെ വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നീട് നിധിയെയും കൊണ്ട് സുധീഷ് തിരുവനന്തപുരത്തെ ഒരു ഹോസ്റ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങോട്ട് കയറുമ്പോഴേക്കും നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും സിംഗിൾ റൂം കിട്ടുമോ എന്ന്, അതോ ഗേൾസ് എല്ലാം റൂം ഷെയർ ചെയ്യുകയാണോ എന്ന്. അതൊന്നും അറിയില്ലെന്നും പോയി ചോദിക്കാമെന്നും അയാളെ റൂം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതിയെന്നും ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ വേറെയും ഹോസ്റ്റൽസ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ചെന്ന് തിരക്കാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധിയെയും കൊണ്ട് സുധീഷ് ഓഫീസിലെത്തി റൂം വേണമെന്ന് പറയുമ്പോഴേക്കും നിധി അവന്റെ വൈഫാണോ എന്ന് അവിടെയുള്ള ലേഡി ചോദിക്കുന്നുണ്ട്. അതേന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവർ അവരോട് ഇരിക്കാനായി പറയുന്നുണ്ട്. നിധിയുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ച് എന്താവശ്യത്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. പഠിപ്പെല്ലാം കഴിഞ്ഞു ഹോസ്റ്റലിൽ തങ്ങി ഒരു ജോലി കണ്ടെത്തണമെന്ന് നിധി പറയുന്നുണ്ട്. ഷെയർ ചെയ്യുന്ന റൂമുകളും സിംഗിൾ റൂമുകളും AC റൂമുകളും നോൺ AC റൂമുകളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കാറ്റലോഗ് അവരെ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഏത് റൂം വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവർ പറയുമ്പോഴേക്കും സിംഗിൾ റൂമിന് റേറ്റ് കൂടുതലാണെന്ന് കണ്ട് തനിക്ക് ഷെയറിംഗ് റൂം ഓക്കെ ആണെന്ന് നിധി പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി വെക്കറ്റ് ചെയ്തു പോയിട്ടുണ്ടെന്നും ആ റൂമിൽ ഇമീഡിയറ്റ് അക്കോമഡേഷൻ സാധ്യമാണെന്നും അവർ പറയുമ്പോഴേക്കും നിധിക്കും സന്തോഷമാവുന്നുണ്ട്. ആ റൂം നോക്കണോ അല്ലെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്ത സിംഗിൾ റൂം കിട്ടുമെന്നും അവർ പറയുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതിയെന്ന് അവർ പറയുമ്പോഴേക്കും തനിക്ക് ഇമ്മീഡിയറ്റ് അക്കോമഡേഷന് റെഡിയായ റൂം കാണണമെന്നും തനിക്ക് ഉടനെ തന്നെ ഒരു റൂം വേണമെന്നും നിധി പറയുന്നുണ്ട്. അവർ അക്കോമഡേഷന്റെ ഫോം കൊടുക്കുമ്പോഴേക്കും നിധി സന്തോഷത്തോടെ അത് ഫിൽ ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷവുമില്ലാതെ ആകെ ടെൻഷനോടെ സുധീഷും ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാ എല്ലാം ഇത്ര പെട്ടെന്ന് റെഡിയായത്? ഹോസ്റ്റൽ കിട്ടിയല്ലോ, ഇനി മുതൽ നിധി എന്റെ വീട്ടിലേക്ക് വരില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവൻ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. അവൾ ആ ഫോം ഫിൽ ചെയ്ത് കൊടുത്തോണ്ട് റൂം ഒന്ന് കാണണമെന്ന് പറയുമ്പോഴേക്കും അവരവളുടെ ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡോ പാൻ കാർഡോ ലൈസൻസ് പ്രൂഫോ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതെടുത്തിട്ടില്ലെന്ന് നിധി പറയുമ്പോഴേക്കും അതൊന്നും പ്രശ്നമില്ലെന്നും വീട്ടിൽ വെച്ചിട്ട് വന്നതാണല്ലേ, നിങ്ങൾ ജോയിൻ ചെയ്യാനായി വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന് അവർ പറയുന്നുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പിയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതുമില്ലെന്ന് നിധി പറയുന്നുണ്ട്. അവൾക്ക് സുധീഷ് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴേക്കും മൊബൈലിൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിന് തന്റെ മൊബൈലിൽ അവളുടെ ആധാർ കാർഡുള്ള കാര്യം ഓർമ്മ വരുന്നത്.
എന്തു ചെയ്യുമെന്നറിയാതെ അവൻ നിൽക്കുമ്പോഴേക്കും മൊബൈൽ ചെക്ക് ചെയ്യാനായി വീണ്ടും അവർ പറയുന്നുണ്ട്. തനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും തന്റെ മൊബൈലിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ലെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴേക്കും ഐഡന്റിറ്റി പ്രൂഫ് ഒന്നുമില്ലാതെ റൂം കാണാനോ ജോയിൻ ചെയ്യാനോ കഴിയില്ലെന്ന് അവരും പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ പോയി പ്രൂഫ് എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ആരോടെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ പറ, അപ്പോൾ റൂം കാണിക്കാമെന്ന് അവർ പറയുമ്പോൾ തനിക്ക് വീട്ടിലേക്ക് പോവാൻ കഴിയില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അത് കുറച്ച് പേഴ്സണൽ ആണെന്ന് നിധിയും ആകെ ടെൻഷനോടെ പറയുന്നുണ്ട്. ഇവിടെ ID പ്രൂഫ് ഇല്ലാതെ താമസിക്കാൻ പറ്റുമോ? താൻ എക്സ്ട്രാ പേ ചെയ്യാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും ID പ്രൂഫ് ഇല്ലാതെ ഇവിടെ മാത്രമല്ല ഏത് ഹോസ്റ്റലിലും റൂം കിട്ടില്ലെന്ന് അവർ തീർത്തു പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ കേട്ട് സുധീഷ് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴേക്കും സുധീഷിനോട് ID പ്രൂഫ് എടുത്തു വന്നൂടെന്ന് അവർ ചോദിക്കുന്നുണ്ട്. താൻ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിങ്ങളുടെ വീട് തിരുവനന്തപുരത്താണെങ്കിൽ പിന്നെന്തിനാ ഹോസ്റ്റൽ നോക്കുന്നതെന്ന് അവരും ചോദിക്കുന്നുണ്ട്. ഇവിടെ തൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് സുധീഷ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്തു വന്നാലും ID പ്രൂഫ് കിട്ടിയാലേ റൂം കൊടുക്കുകയുള്ളൂ എന്ന് അവർ പറയുമ്പോഴേക്കും ആകെ ടെൻഷനോടെ നിധിയും വളരെയധികം സന്തോഷത്തോടെ സുധീഷും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹോസ്റ്റലിൽ റൂം വേണമെങ്കിൽ ID പ്രൂഫ് ഒക്കെ വേണോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും വേണമെന്ന് സുധീഷും പറയുന്നുണ്ട്. അതെന്തേ എന്നോട് മുന്നേ പറയാഞ്ഞെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തനിക്ക് ഓർമ്മ വന്നില്ലെന്ന് സുധീഷും. ID പ്രൂഫ് ഇല്ലാതെ ഒരു ഹോസ്റ്റലിലും റൂം കിട്ടില്ലെന്നല്ലേ അവർ പറഞ്ഞത്? അപ്പോ ഏത് ഹോസ്റ്റലിൽ ചെന്നാലും ഇത് തന്നെയല്ലേ പറയാന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലെന്നും 2-3 ഹോസ്റ്റലിൽ കൂടി പോയി ചോദിക്കാമെന്നും പറഞ്ഞ് സുധീഷ് അവളെയും കൊണ്ട് അവിടെ നിറങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.